സകലത് ഉമ്മൻചാണ്ടി കൊണ്ടതല്ലാതെ UDF കൊണ്ടുവന്നതല്ലാതെ മറ്റൊന്നും ഈ കേരളത്തിലില്ല എന്ന് പറയുന്ന നിങ്ങൾ പറ. നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി അൺഫിറ്റ് എന്ന് പറഞ്ഞ കെട്ടിടം 4 വർഷം പിന്നെയും അവിടെ എങ്ങനെ പ്രവർത്തിച്ചു? നിങ്ങളുടെ കാലത്ത് അത് അൺഫിറ്റ് ആണെന്ന് കണ്ടപ്പോ പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവിടെ പ്രവർത്തിച്ചു? നിങ്ങൾ എന്ത് ചെയ്തു? ആ കെട്ടിടം പൊളിച്ചു നീക്കാൻ എന്തെങ്കിലും ഒരു തരി നടപടി സ്വീകരിച്ചോ? എപ്പോഴാ അത് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ? നേരത്തെ സിജു പറഞ്ഞതുപോലെ കോടികളുടെ കെട്ടിടം, പുതിയ ബ്ലോക്ക്. ഈ ദുരന്ത സ്ഥലത്ത് പോയപ്പോ വസന്ത് കോട്ടയംകാരൻ തന്നെ കണ്ടല്ലോ ആ കെട്ടിടം. ഏതാണ്ട് മിക്കവാറും പണി പൂർത്തിയായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാറാൻ പറ്റും. അതിനിടയിൽ പ്രകൃതിയിൽ ഒരു ദുരന്തം. ഇന്നലെ ടെക്സാസ്, അമേരിക്കയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ, അമേരിക്കക്കാരന്റെ അടുത്തുള്ള ടെക്നോളജി, അമേരിക്കക്കാരന്റെ വലിയ ശേഷി, അവിടെ ടെക്സാസിൽ മിന്നൽ പ്രളയം ഉണ്ടായില്ലേ? 50 മനുഷ്യരിലേറെ മരിച്ചില്ലേ? എന്തേ വലിയ വീമ്പളക്കുന്ന ട്രംപിന് ഇതാ ഇപ്പം ഇന്ത്യനെ കൊല്ലും, ഇപ്പൊ പാകിസ്ഥാനെ കൊല്ലും, ഇപ്പോ ചൈനയെ കൊല്ലും എന്ന് പറയുന്ന ട്രംപിന് അവിടുത്തെ 50 മനുഷ്യരെ ഈ സാങ്കേതിക വിദ്യയും വലിയ മുന്നേറ്റങ്ങളും ഉണ്ടായിട്ട് ഈ മിന്നൽ പ്രളയം മുൻകൂട്ടി മനസ്സിലാക്കി ഇങ്ങനെ മിന്നൽ പ്രളയം വരും എന്ന് മുൻകൂട്ടി. അവിടത്തെയൊക്കെ കാലാവസ്ഥാ പ്രവചനത്തിന് നമ്മളെക്കാളൊക്കെ 10 മടങ്ങ് ശേഷിയില്ലേ? എന്നിട്ട് എന്തേ സാധിച്ചില്ല? 50 മനുഷ്യരുടെ ജീവിതം, ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിൽ, എത്രയോ മനുഷ്യർ ഭവനരഹിതരായി ടെക്സാസിൽ, അമേരിക്കയിൽ. ഇതാണ് പ്രകൃതി ദുരന്തങ്ങൾ. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില അപകടങ്ങൾ.